ഒരാളും എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ടില്ല. എൻ്റെ ലൈഫിൽ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല എന്നെക്കുറിച്ച് എവിടെയും നെഗറ്റീവ് പബ്ലിസിറ്റി പറഞ്ഞിട്ടേ ഉള്ളൂ. വളരെ ചുരുക്കം കുറച്ച് നല്ല ട്രാൻസ് കമ്മ്യൂണിറ്റി ഉള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ലൈക്ക് ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എഗെയിൻ ബാക്ക് വിത്ത് അനദർ കണ്ടന്റ് ജാസി. ഇപ്പോൾ നിങ്ങൾ കരുതും ഇവളുടെ ചാനൽ ഒന്നെങ്കിൽ രേണു അല്ലെങ്കിൽ ജാസി. സോറി, ബോറടിക്കുന്നുണ്ട് എന്നറിയാം. പക്ഷേ ഞാൻ മാറ്റി മാറ്റി പിടിക്കണ്ടല്ലോ. ഫുൾ രേണും ജാസി അല്ല. ഇന്ന് രാവിലെ ഞാൻ ദിയ കൃഷ്ണൻ്റെ കോണ്ടന്റ് ഇട്ടില്ലേ? എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? ഓക്കെ, അപ്പോൾ ജാസി ഫൈനലി ആളുടെ സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയിരിക്കുകയാണ്. വേറൊരു കോൺട്രവേഴ്സി ഞാൻ കണ്ടു. ഏതൊരു റിസോർട്ടിൽ പോയ സമയത്ത് അവരുടെ കാറ് ഡാമേജ് ആക്കിയ കുട്ടീനെ കയറി ചീത്ത വിളിച്ചു എന്നുള്ള പരിപാടിയൊക്കെ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ആസ് യൂഷ്വൽ ഓൺലൈൻ മീഡിയക്കാർ അവരെവിടെ പോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ആരെവിടെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഫോണുമായി നടക്കുന്നുണ്ടല്ലോ. ഇവർ നടന്നിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്കൊക്കെ നല്ല നല്ല മറുപടികൾ കൊടുത്തിട്ടുണ്ട്. സോ ആ മറുപടികൾ ഡിസ്കസ് ചെയ്യാനാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. സോ ആദ്യം തന്നെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. എൻ്റെ കാര്യം പറയാണ്. ഇതിപ്പോൾ ജാസി എന്ത് സർജറിയാണ് ചെയ്തത്, എന്ത് സർജറി ചെയ്തത് ഇങ്ങനെ കുത്തിയിട്ടാണ് എനിക്ക് കാണിച്ചു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നതല്ലേ. എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ പോലും എനിക്ക് കാണിച്ചു കൊടുക്കേണ്ട സിറ്റുവേഷൻ വന്നത്. ഇപ്പോൾ ഈവൻ ഞാൻ സർജറി ചെയ്ത് മുതലേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ശ്രീലക്ഷ്മി. അതുപോലെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ വരാറുണ്ട് എൻ്റെ വീട്ടിലേക്ക്. എന്നെ സർജറിക്ക് ആഫ്റ്റർ സർജറി എന്നെ കാണാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ എൻ്റെ ശരീരഭാഗങ്ങൾ കണ്ടിട്ടുണ്ട്. കുത്തി ചോദിച്ചത് കൊണ്ടാണ് ഞാൻ കാണിച്ചു കൊടുത്തത് എന്ന്. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ടോപ്പിക്ക് റിയാക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്. ഈ വ്ളോഗേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് കാണിച്ചു കൊടുത്തോ? എനിക്കതാ മനസ്സിലാവാത്തത്. കുത്തി ചോദിച്ചുകൊണ്ടാണ് ഞാൻ കാണിച്ചു കൊടുത്തതെന്ന്. ഒരാൾ നമ്മളെടുത്ത് ഇങ്ങനെ കുത്തി ചോദിക്കുകയാണെങ്കിൽ തുറന്ന് കാണിക്കേണ്ടതാണോ നമ്മളുടെ ശരീരം എന്ന് പറയുന്നത്? ഇപ്പം ജാസി എന്ന് പറയുന്ന വ്യക്തിക്ക് അത്രയേ ഉണ്ടാവൂ എനിക്ക് തോന്നുന്നു. പക്ഷെ ബാക്കിയുള്ള ഒരു സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഒരിക്കലും അങ്ങനെയല്ല. എനിക്ക് ജാസിനോട് ഏറ്റവും ഹേറ്റ് തോന്നിയിട്ടുള്ളത് ഈ ഒരൊറ്റ കാര്യത്തിൻ്റെ പുറത്താണ്. എവിടെയോ നിൽക്കുന്ന ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറയുന്ന വ്യക്തിനെ വീഡിയോ കോൾ ചെയ്തിട്ട് തുറന്ന് സ്വന്തം പേഴ്സണൽ ബോഡി കാണിച്ചു വയ്ക്കുക. എന്നിട്ട് ഞാൻ സ്ത്രീയാന്ന് പറഞ്ഞ് നടക്കുക. ഒരു സ്ത്രീക്ക് ചേർന്ന സ്വഭാവമല്ല അത്. ഒരു സ്ത്രീക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതല്ല. തൻ്റെ പാർട്ണർ അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു വ്യക്തിനെ വെറുതെ വീഡിയോ കോൾ ചെയ്ത് തുറന്നങ്ങ് കാണിക്കുക. ഇപ്പം ജാസി പറയുന്നു ജാസിൻ്റെ വീട്ടിൽ വരുന്ന സുഹൃത്തുക്കളെല്ലാം ഇത് കാണുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ ജാസി അതിന് ഓക്കെ ആയിരിക്കും. വരുന്ന ആൾക്കാരെ മുഴുവൻ തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജാസി ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. പക്ഷേ അത് വീട്ടിൽ വന്ന ആൾക്കാരാണെങ്കിലും പറയാം, അല്ലെ അറ്റ്ലീസ്റ്റ് യുവർ ഫ്രണ്ടാന്ന് പറയാം, അല്ലെ കസിൻസ്നാന്ന് പറയാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. അല്ലെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തന്നെയാണെന്ന് പറഞ്ഞാലും ഓക്കെ ഫൈൻ. ഇതൊന്നുമല്ലാത്ത തൻ്റെ ടോപ്പിക്ക് റിയാക്ട് ചെയ്തിട്ടുള്ള ഒരാളെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നതിന് ഇനി ഇതല്ല ഇതിനപ്പുറം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരിക്കലും ഒരു മനുഷ്യനും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതാണ് ജാസി പണ്ടാണായിരുന്നല്ലോ, ഇപ്പോൾ ഇതായിട്ട് ഇങ്ങനെ ഒരു പെണ്ണുങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക. എന്ത് മണ്ടത്തിലാന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം നമ്മൾ ഒരിക്കലും നമുക്ക് പെൺകുട്ടിയോട് അങ്ങനത്തെ ഒരു തോന്നൽ ഒരു സെക്കൻഡ് പോലും ഒരു തോന്നൽ വരില്ല. നമ്മൾ അവരെ പോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് അപ്പോൾ ഒരു പെൺകുട്ടിക്ക് നമ്മളെ ശരീരഭാഗങ്ങൾ കാണിച്ചു കൊടുത്തെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അവരോട് ഒരു ഫീലിങ്സും വരാൻ പോകുന്നില്ല. ഇത് ഹെലൻ ഓഫ് സ്പാർട്ട ആളുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. കാരണം ജാസി എന്ന് പറയുന്ന വ്യക്തിയുടെ സർജറിയുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ ക്ലീനിങ്ങിനാണെങ്കിലും എല്ലാത്തിനും സഹായിച്ചിട്ടുള്ളത് ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ജാസി എന്ന് പറയുന്നത് ഒരു ട്രാൻസ് വുമൺ ആണ്. ആൻഡ് ടോപ്പ് സർജറി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ബോട്ടം സർജറി ജാസിൻ്റെ കഴിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ ഒരാൾ എന്ന് വെച്ചാൽ ഹാഫ് മെയിലിൻ്റെ ഒരു ഓർഗനും വെച്ചുകൊണ്ട് എങ്ങനെ ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് ഇത് ചെയ്യിപ്പിക്കാൻ തോന്നുന്നു എന്നുള്ളതാണ് ചോദിച്ചത്. ആൻഡ് സെയിം ടൈമിൽ തന്നെ ഹെലൻ ചോദിച്ച അടുത്തൊരു ക്വസ്റ്റ്യനാണ്, താങ്കളുടെ പാർട്ട്ണറിന് അവിടെ എന്ത് പണിയാണുള്ളത്? കാരണം ആഷി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. പക്ഷെ ആ ഒരു ചോദ്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് ജാസി കൊടുത്തൊരു മറുപടി എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അങ്ങനെ തോന്നിയില്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു പെണ്ണിൻ്റെ അടുത്ത്, ഇവിടെ നമ്മൾ ജാസിക്ക് ഒരു പെണ്ണിൻ്റെ അടുത്ത് ഇഷ്ടം തോന്നുന്നു അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ തോന്നി, ഇതൊന്നും അല്ല ചോദിച്ചിട്ടുള്ളത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, അവൾക്കില്ലാത്ത ഡിസ്കംഫോർട്ട് വേറെ ആർക്കാണ് അതിന് ഡിസ്കംഫോർട്ട് ആവേണ്ടത് എന്ന് ചോദിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. ഇത് അതിന് പകരം ഇല്ലാത്തൊരു ആംഗിളിൽ ഇതിനെ വളച്ചൊടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അവൾ എന്നോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ സർജറി കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ആ സർജറി കഴിഞ്ഞ് മോളെ സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്. കാരണം ആ സമയത്ത് ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ലല്ലോ, ജാസി സർജറി ചെയ്തോ ഇല്ലയോ, റെനെ മെഡിസിറ്റി ജാസി സർജറി ചെയ്തിട്ടില്ല, അങ്ങനെ സർജറി റെനെ മെഡിസിറ്റിയിൽ ഇല്ല, ജാസി വേറൊരു അസുഖത്തിന് വേണ്ടിയിട്ടാണ് അവിടെ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നല്ലോ ആൾക്കാർ ഇതാക്കിയിരുന്നത്. അപ്പോൾ അഫ്കോഴ്സ് ആ കുട്ടി ചോദിച്ചത് സർജറി കഴിഞ്ഞെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു സർജറി കഴിഞ്ഞു മോളെ, നീ കാണണോ, നീ എന്താണ് വീഡിയോ കോൾ ഓൺ ആക്കുന്നപ്പോൾ അവൾ പറഞ്ഞില്ല ഞാൻ പുറത്താണ്. ഞാൻ പറഞ്ഞു നോക്കി ഇന്ന് ഞാൻ
ഓണാക്കാം. അതൊക്കെ സത്യം തന്നെയാണ് കേട്ടോ, എന്നോണം എന്നല്ല. ഞാൻ കാണിച്ചത് ഡ്രസ്സ് ഊരി എന്നൊക്കെ പറയുന്നത് അത് ശുദ്ധ മണ്ടത്തരാണ്. അവൾ ഇവിടെ ഇപ്പോൾ ജാസി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറയുന്ന വ്യക്തി ജാസിക്ക് അങ്ങോട്ട് കയറി മെസ്സേജ് അയച്ചിട്ട് സർജറി കഴിഞ്ഞോ എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ ജാസി അങ്ങോട്ട് സർജറി കഴിഞ്ഞു എന്ന് പറഞ്ഞു. എന്നിട്ട് ജാസി അങ്ങോട്ട് ചോദിച്ചു നിനക്ക് കാണണമെന്ന്. അപ്പോൾ ഹെലൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഞാൻ പുറത്താണ് ഉള്ളത് എന്ന്. എന്നിട്ട് ജാസി താനേ വീഡിയോ കോൾ ഓൺ ചെയ്ത് കാണിച്ചു വെച്ചു എന്ന്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് കറക്റ്റ് ക്ലാരിറ്റി തരുന്നത് ഹെലനാണ്. ഹെലൻ അങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഹെലൻ വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പുറത്താണ്, എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞിട്ടും വീഡിയോ കോൾ ഓൺ ചെയ്ത് വെച്ച് ഇത് തുറന്ന് കാണിച്ചത് എന്തുദ്ദേശിച്ചിട്ടാണ് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ചോദ്യം. ഇവിടെ കാണിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ഇതാണ് എൻ്റെ രണ്ടാമത്തെ ഒരു ചോദ്യം. കാരണം ഇത് കാണിച്ചത് കൊണ്ട് എന്താണ് കിട്ടിയത്? ഇതാണ് മൂന്നാമത്തെ ഒരു ചോദ്യം. ഈ ഒരു റിപ്ലൈയിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഹെലൻ കണ്ടിന്യൂസ് ആയിട്ട് 1-2 വീഡിയോ ജാസിക്ക് അഗെയിൻസ്റ്റ് ഹെലൻ ചെയ്യുകയും ബാക്കി കുറേ വ്യക്തികൾ ജാസിക്ക് അഗെയിൻസ്റ്റ് ചെയ്യുകയും അതിൻ്റെയൊക്കെ ഒരു ദേഷ്യവും ഫ്രസ്ട്രേഷനെയും പുറത്ത് എന്നാൽ നീ കണ്ടോടി പിടിച്ചോടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആംഗിളിൽ ജാസി കാണിച്ചു കൊടുത്തു എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാവൂ. കാരണം പുറത്താണ് എന്ന് പറഞ്ഞിട്ടും വീഡിയോ കോൾ ഓൺ ചെയ്ത് വെച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ജാസിൻ്റെ ദേഷ്യവും അരിശം മുഴുവൻ സ്വന്തം ബോഡി കാണിച്ചു കൊടുത്ത് തീർത്തു എന്നാണ് പേഴ്സണലി പറയാനുള്ളത്. ആൻഡ് ഇവിടെ എനിക്ക് പേഴ്സണലി അഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് ജാസി പറഞ്ഞു ഞാനൊരു ട്രാൻസ് വുമണാണ്, ഞാനൊരു വുമൺ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു വുമണിന് ചേർന്ന പരിപാടിയാണോ ജാസി ചെയ്തേ എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നു. ജാസി ഇപ്പോൾ പുറത്തിറങ്ങിയല്ലോ. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ജാസീൻ്റെ യൂട്യൂബ് ചാനലിൽ ഹെലൻ പറഞ്ഞതിൻ്റെമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാരിറ്റി തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് തരണോ തരാണ്ട് നിൽക്കലൊക്കെ യുവർ പേഴ്സണൽ ഒപ്പീനിയൻ. തന്നാലും തന്നില്ലെങ്കിലും ഇത് കണ്ടാൽ ഹെലൻ എന്തായാലും ഹെലൻ്റെ സൈഡിൽ നിന്നുള്ള റിപ്ലൈ തരും. പക്ഷേ ജാസിക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കായിരുന്നു. അപ്പോൾ ജാസി പറഞ്ഞതുപോലെ ഇതൊക്കെ പച്ച നുളയാണ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ എന്തുകൊണ്ട് ജാസി സംസാരിച്ചില്ല? ഇത്രയും വലിയ അലിഗേഷൻ വന്ന സമയത്ത് ഭയങ്കര സൈലൻ്റ് ആയി നിന്നു. എന്തായാലും അപാര ഗട്ട്സാട്ടോ തുറന്നു കാണിക്കാൻ. ഈ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എല്ലാവരും വരുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ഞാനും പോകുന്നത്. ഹോർമോൺ സ്റ്റാർട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ ചിലവർ ഡൗൺ സർജറി ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചില ആൾക്കാർ ബ്രസ്റ്റ് സർജറി ചെയ്യാം. ഇത് രണ്ടും സർജറിയും ഒരുമിച്ച് ചെയ്ത ആൾക്കാരെ എനിക്ക് പേഴ്സണലി അറിയത്തില്ല. കാരണം അത് അത്രയും വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും ഒരു സർജറി ഫസ്റ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് എടുത്ത് അല്ലെങ്കിൽ കുറച്ച് ഓക്കെ ആയതിനു ശേഷമാണ് അടുത്ത സർജറികൾ ചെയ്യുള്ളൂ. ചില ആൾക്കാർ അവർ അത് ഒരു ട്രാൻസ്പേഴ്സൺ ആവണമെങ്കിൽ ഫുൾ സർജറി ചെയ്ത് പെണ്ണാവണം അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ മുറിച്ച് മാറ്റണം എന്നൊന്നും എവിടെയും പറയുന്നത്. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ജാസി പറഞ്ഞിട്ടുള്ളത്. ഒരു ട്രാൻസ് വുമൺ ആവണമെങ്കിൽ ശരീരഭാഗം മുഴുവൻ മുറിച്ച് വുമൻ്റെ പോലെ ആക്കണം എന്നുള്ളതും, അല്ലെ ഒരു ട്രാൻസ് മെൻ ആവണമെങ്കിൽ സ്ത്രീകളുടെ സാധനങ്ങൾ മുഴുവൻ മുറിച്ച് മെയിലിനെ പോലെ ആവണം എന്നുള്ളതൊന്നും ഒരു ബുക്കിലും ഒരു ഡിക്ഷണറിയിലും ഒരു നിയമത്തിലും എഴുതി വെച്ചിട്ടില്ല. അത് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷനാണ്. ഞാനൊരു സ്ത്രീയായി ജീവിക്കുമ്പം എനിക്ക് എൻ്റെ ഇന്ന അവയവങ്ങൾ കാണുമ്പോൾ ഒരു ഡിസ്കംഫോർട്ട് ഉണ്ടാവുന്നുണ്ട് എന്ന് തോന്നുന്ന ആൾക്കാരാണ് കൂടുതലും ഈ സർജറിക്ക് പോകുന്നത്. ഈ സർജറി ഒന്നും ചെയ്യാണ്ട് സ്റ്റിൽ ട്രാൻസ് വുമണായി ജീവിക്കുന്ന എത്രയോ ആൾക്കാരും ഈ ലോകത്തുണ്ട്. അപ്പോൾ ഇതൊരു നിർബന്ധമുള്ളൊരു സാധനമല്ല. ഇത് നിർബന്ധമുള്ള ഒരു സാധനമായിട്ട് ആരും പറഞ്ഞിട്ടുമില്ല. ഈവൻ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന എത്ര ട്രാൻസ്ജെൻഡർ ഉണ്ട്, ഈ എത്ര ട്രാൻസ്ജെൻഡറിനോട് ഈ ഇൻ്റർവ്യൂവിലിരിക്കുന്ന ടീമുകൾ ചോദിക്കുക നിങ്ങൾ എന്താ സർജറി ചെയ്തേ എന്നല്ലാണ്ട് റിയാക്ഷൻ വീഡിയോക്കാരോ ഓൺലൈൻ മീഡിയക്കാരോ ചോദിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഈ ശ്രുതി സിത്താര അല്ലെങ്കിൽ നാദിറ ഇവരൊക്കെ പല സ്പേസിൽ പോകുന്നുണ്ട്, പല ക്യാമറ ടീമുകൾ ഇവരെ കാണുന്നുണ്ട്, കണ്ടുമുട്ടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ അടുത്തൊക്കെ ആരെങ്കിലും ചെന്ന് ചോദിക്കുന്നുണ്ടോ നിങ്ങൾ എന്ത് സർജറിയാണ് ചെയ്തത്, ഇവിടെ ചെയ്തോ അത് ചെയ്തോ എന്ന്? ഇല്ല. ഇവിടെ ജാസി എന്ന് പറയുന്ന വ്യക്തിയിൽ ഇതൊരു ടോപ്പിക് ആവാനുള്ളതിൻ്റെ ഒരു റീസൺ ജാസി ചെയ്തതാണ്. ഒരു സർജറി ചെയ്യാത്തൊരു സ്ത്രീ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ് കണ്ടന്റ് ഇടുകയാണെങ്കിൽ ഓക്കെ ഫൈൻ. അതിലുപരി സോഷ്യൽ മീഡിയേൻ്റെ പല ആംഗിളുകളിലും പല ക്യാമറയുടെ മുമ്പിലും വന്ന് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് കൺവേ ചെയ്യുക. അതിൽ തന്നെ നാട്ടുകാർക്ക് മുഴുവൻ നെഗറ്റീവ് വന്നു. ഈ നെഗറ്റീവ് നിൽക്കുന്ന സമയമാണ് സർജറിക്ക് കയറുന്ന സമയം ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പോകുന്നത് ടോപ്പ് സർജറി ആണെങ്കിലും ബോട്ടം സർജറിയാണ് ചെയ്യുന്നത് എന്ന രീതിയിലുള്ള കളികൾ കളിച്ചു. ഓട്ടോമാറ്റിക്കലി അത് ടോപ്പ് സർജറി ആണെന്നുള്ളത് മനസ്സിലായി. ആസ് സിമ്പിൾ ആസ് യൂഷ്വൽ. ഇത്രയേ ഉള്ളൂ. ജാസിയുടെ നെഗറ്റിവിറ്റി അല്ലെ ജാസിയിൽ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ജാസീനെ എടുത്ത് റിയാക്ട് ചെയ്യുന്ന ജാസിയുടെ സർജറിയുടെ മുകളിൽ ക്വസ്റ്റ്യൻ വന്നതിൻ്റെയൊക്കെ ഒരു പേഴ്സണൽ റീസൺ എന്ന് പറയുന്നത് ജാസി തന്നെയാണ് ജാസിയുടെ ഒരു സ്പേസ് തോണ്ടിയെടുത്തത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ.
നമ്മളൊരു സെൽഫ് ഡിക്ലറേഷൻ സംഭവമുണ്ട്. കാരണം ഞാൻ വളർന്നു വരുന്ന എൻ്റെ സ്വത്തം അല്ലെങ്കിൽ എൻ്റെ ഞാൻ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഞാൻ ഒരു എൻ്റെ ബോഡിയിലുള്ള ഒരു സ്ത്രീയാണ്, ഞാൻ ആണാണെങ്കിൽ പോലും എൻ്റെ ഉള്ളിലൊരു സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ തോന്നുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്താണ് നമ്മുടെ മൈൻഡ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ സെൽഫ് ഡിക്ലറേഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു ആണായി പറഞ്ഞ് എനിക്ക് എൻ്റെ ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ ഒരു അട്രാക്ഷൻ ഒരു സെക്സ് പരമായിട്ട് എനിക്ക് പറ്റില്ലാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന സെക്സുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിനൊന്നും ആരും ഇവിടെ കുറ്റം പറയുന്നില്ല. വാട്ട് ഈസ് ട്രാൻസ്ജെൻഡർ എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ജനിക്കുന്ന സെക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ജെൻഡർ ഫീലിംഗ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതിനൊന്നും ആരും ഇവിടെ കുറ്റം പറയുന്നില്ലല്ലോ. ആരാ പറഞ്ഞത് ജാസിനോട് ട്രാൻസ്ജെൻഡർ ആവണ്ടെന്ന്? അഞ്ജുവിന് ഞാൻ കുറേ കമൻറ്റ് ബോക്സിൽ കണ്ടു. കാരണം എന്നോട് വളരെ നല്ല രീതിയിൽ ഞാൻ ഇനി ഫുൾ സപ്പോർട്ട് ഉണ്ടാവും, നീ സർജറി കഴിഞ്ഞു, ഇനി നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് വളരെ മോശമായിട്ട് അല്ലെങ്കിൽ അവരെ അക്കൗണ്ടിൽ എന്നെ കുറിച്ച് വളരെ മോശമായ രീതിയിലൊക്കെ ഇങ്ങനെ എഴുതുന്നതും അത് എന്നെ ആൾക്കാർ ടാഗ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. ഞാൻ അഞ്ജുവിനെ ഓൾറെഡി എൻ്റെ കോൺടാക്റ്റ് ഉള്ള ആളാണല്ലോ, നമുക്ക് വേറെ എവിടെയും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഡയറക്റ്റ് കോൺടാക്റ്റ് ഉള്ള ആളതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു, അന്ന് സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു എന്താണ് ജാസി സർജറിയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമില്ലെന്ന്. ഞാൻ എന്തിനു പറയണം? ഇവിടെ കുറേ ട്രാൻസ് പേഴ്സൺ സർജറി ചെയ്തിട്ടുണ്ട്. ജാസി സർജറി ചെയ്യുമ്പോൾ മാത്രം അത് എന്ത് സർജറി ആണെന്ന് വ്യക്തമാക്കേണ്ട ആവശ്യം എന്താണുള്ളത്? ഞാൻ ലാസ്റ്റ് ടൈം വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇത് ഇത്ര വലിയ മീഡിയയിൽ ഒരു ടോക്ക് ആക്കിയിട്ടോ ഒരു ഡിസ്കഷൻ ആക്കിയിട്ടോ കൊണ്ടുപോയി വലിയൊരു വിഷയത്തിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ആസ് സിമ്പിൾ ആസ് യൂഷ്വൽ ചെയ്ത ഒരു സർജറി ഫ്രണ്ടിൽ പറയാം. ഇനി അത് പറയാൻ ആഗ്രഹമില്ലെങ്കിൽ വിടുക. ഇവിടെ ഇപ്പോൾ ജാസി ഈ മീഡിയക്കാരുടെ മുമ്പിൽ ചെന്ന് ഇമാതിരി ചോദ്യങ്ങൾ പറഞ്ഞു. ഇത് കണ്ട് ആരും നിൽക്കില്ല. ഈവൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ ഒരു സാധനം എടുക്കും, അവരെടുത്ത് വെക്കും, അവർ സംസാരിക്കും, ഇതിനെപ്പറ്റി ടോപ്പിക്കാവും, വീണ്ടും ഇതൊരു കണ്ടന്റ് ആവും, സ്പേസ് ആവും. ഇൻസ്റ്റഡ് ഇത്ര എനിക്കിതിന് പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ആ വിഷയം അവിടെ തീർന്നു. ഇതോടുകൂടി ജാസി എന്ന് പറയുന്ന ഒരു കോണ്ടന്റ് ഇടാത്തിടത്തോളം കാലം നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ജാസിയുടെ ചാനലിലോ അല്ലെങ്കിൽ ജാസിയുടെ ഒരു പേഴ്സണൽ സ്പേസിലോ അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിലോ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയക്കാരുടെ മുമ്പിലോ ജാസി വന്ന് സംസാരിക്കാണ്ട് ഒരിക്കലും ജാസിയുടെ കോണ്ടന്റ് കിട്ടില്ല. അപ്പം നിങ്ങളുടെ കോണ്ടന്റ് ഒരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ കോണ്ടന്റ് നിങ്ങളായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. നിങ്ങളാ ഇട്ട് കൊടുക്കൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ പകുതി വിഷയവും തീരും. ഇപ്പോൾ പറഞ്ഞു എൻ്റെ സർജറീനെ പറ്റി പറയാൻ ഞാൻ ആഗ്രഹിക്കില്ല, പറയണ്ട. ആർക്കും ജാസിൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ച് സർജറി എന്താണെന്ന് പറയിപ്പിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഫേക്ക് മാനിപ്പുലേറ്റീവ് രീതിയിൽ എന്തെങ്കിലുമൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആൾക്കാർ കയറി പറയും. അതും കൂടെ കേൾക്കാനുള്ള മനസ്സുണ്ടാവണം. ഞാൻ എന്താ ചെയ്തത് എന്ന് പറയില്ല, പക്ഷെ ബാക്കിയുള്ളവർക്കൊരു പറയരുത് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത് ശരിയാണോ? ഒരു ട്രാൻസ് വുമൺ ആയിട്ടുള്ള നിങ്ങൾ പ്രഗ്നൻ്റ് ആയ പോലെ നടക്കുക, പ്രഗ്നൻ്റ് ലേഡീനെ പോലെ കാണിച്ചു കൂട്ടുന്നതൊക്കെ എന്ത് തരത്തിലുള്ള ഡ്രാമയാണ്? ഇതൊരു കൈൻഡ് ഓഫ് നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ സർജറികൾ ചെയ്യുന്നു, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. അത് മറ്റുള്ള ആൾക്കാരോട് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ചില ആൾക്കാർ പറയുന്നത് ജാസി പൂർണ്ണതയുള്ള പെണ്ണായി എന്ന് പറഞ്ഞു. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ പൂർണ്ണതയുള്ള പെണ്ണായി എന്നുള്ളത്. ഞാൻ ചെയ്ത വീഡിയോസൊക്കെ എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. ഞാൻ റിനേ മെഡിസിറ്റിയിൽ കിടക്കുമ്പോഴും ഞാൻ പറഞ്ഞത് ഞാൻ സർജറി കഴിഞ്ഞു, ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ സർജറി കഴിഞ്ഞതിൽ. ഞാൻ അതിൽ എഴുതിയ ക്യാപ്ഷൻ കൂടി അങ്ങനെയായിരുന്നു, ഒരു ആണിൽ നിന്ന് പെണ്ണിലേക്കൊരു ദൂരം എന്ന അങ്ങനത്തെ ഒരു ക്യാപ്ഷനാണ് ഞാൻ എഴുതിയിട്ടുണ്ടായത്. അവളിൽ നിന്ന് അവനിലേക്കുന്ന ദൂരം. അപ്പോൾ ആ ദൂരം എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് എൻ്റെ പ്രോസസ്സിങ് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. പിന്നെ ആൾക്കാർ വളച്ചൊടിക്കുന്നതാണ് അതൊക്കെ. ആൾക്കാർ വളച്ചൊടിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയണം. നമ്മളൊന്നും പറയാണ്ട് ആർക്കും ഒന്നും വളച്ചൊടിക്കാൻ സാധിക്കില്ല. അത് മനസ്സിലാക്കുക. ഇപ്പം ജാസി എന്ന് പറയുന്ന ഒരു വ്യക്തി പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ് നടന്നുകൊണ്ടാണ് ഇവിടെ ചോദ്യം വന്നത്, ജാസി എങ്ങനെ പ്രഗ്നൻ്റ് ആയി എന്നുള്ളത്. ജാസി ചെയ്ത സർജറി ഓൺലൈൻ മീഡിയയിൽ വന്ന് വീഡിയോ ഇട്ടത് കൊണ്ടാണ് ഇവിടെ ചോദ്യം വന്നത്, എന്ത് സർജറി എന്ന്. ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ ഇവിടെ ഈ ചോദ്യവും വർത്താനവും ഡയലോഗും കമൻറ്റും വരില്ല. ഈവൻ ജാസി സർജറി ചെയ്ത പോലും നാലാൾ അറിയില്ല, അതിനെപ്പറ്റി പോലും ഒരു ടോപ്പിക്കോ ഡിസ്കഷനോ ഉണ്ടാവില്ല. എല്ലാം നിങ്ങളായിട്ട് ഇട്ട് കൊടുത്ത് ആൾക്കാർ വളച്ചൊടിക്കുന്നു എന്ന് പറയേണ്ട ആവശ്യം എന്താ? എവിടെ വളച്ചൊടിച്ചത്? ഇവിടെ ഒരു കാര്യത്തിലും വളച്ചൊടിച്ചിട്ടില്ല. ഇവിടെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളാണ്, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ്. നല്ല ഉരുണ്ട കല്ല് കിടപ്പുണ്ട്. ഞാൻ നാട്ടുകാർ പറയുന്ന കേട്ട് ഇത് വന്നിട്ട് ചോദിക്കലേ എടുത്തെറിയും തലയ്ക്ക്. എന്തോ ഉപയോഗിച്ചെന്ന് നാണമില്ലേ ചോദിക്കാൻ? അല്ല ഇപ്പം നിങ്ങളെയൊക്കെ ബോധിപ്പിക്കണോ ഉപയോഗിച്ചോ ഇല്ലയോ എന്നൊക്കെ? ആരും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എന്താണെന്ന് എനിക്കറിയാം, ജാസി എന്താണെന്ന് ജാസിക്കറിയാം, ഞങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ഇപ്പം ആഷിക്കറിയാം ഞാൻ എന്താണെന്ന്, ഇപ്പം ജാസിക്കറിയാം. ഇപ്പം പുറത്തൊരാളെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഒരാൾ വയ്യാതിരിക്കുന്നു, ആ ആളെ നമ്മൾ നോക്കുന്നത് വേറൊരു അർത്ഥത്തിലല്ല. ഒരാൾ ഒരു സർജറി കഴിഞ്ഞ് കിടക്കുന്നു, നമ്മുടെ കുടുംബത്തിൽ ഉള്ളവരാണേലും നമ്മുടെ കൂട്ടത്തിൽ ഉള്ളവരാണേലും ഇപ്പം നമ്മുടെ അച്ഛനോ അമ്മ ആരാണേലും നമ്മൾ നോക്കും.
ആ ഒരു ഇതിലേ ഞാൻ നോക്കിയിട്ടുള്ളൂ. അല്ല അല്ല ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ആള് ഇപ്പോൾ ആക്സിഡന്റ് ആയിട്ട് റോഡിൽ കിടക്കുകയാണ്, അയാള് ആണാണോ പെണ്ണാന്ന് അറിഞ്ഞിട്ടാണോ നമ്മൾ പോയിട്ട് അയാളെ കോരി എടുത്തിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്? ഒരിക്കലും അങ്ങനെയല്ലോ. ഇപ്പൊ ഞങ്ങൾ ഒരു ഫ്രണ്ട് വീട്ടിലേക്ക് ഒരു സ്ഥലത്തേക്ക് പോണ സമയത്ത് ഇതേപോലെ ബൈക്കിൽ ഒരു ചേട്ടൻ കള്ളു കുടിച്ചിട്ട് ആള് മറിഞ്ഞു വീണതാണ്. ഞങ്ങൾ പോയിട്ട് എടുത്ത് പൊക്കി അയാളെ ഓട്ടോയിൽ കയറ്റി ഞങ്ങൾ തിരിച്ചു. അത് നമ്മളപ്പോൾ അവിടെ സ്ത്രീയാണ്, അല്ലെങ്കിൽ നമ്മളവിടെ ഒരു ആണിനെ പിടിക്കണമല്ലോ, അല്ലെങ്കിൽ ആണിനെ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ എന്ത്. സോ ഈ ഒരു വിഷയത്തിൽ ഞാൻ ഓഫ്കോഴ്സ് ജാസിൻ്റെ സൈഡിലാണ്. കാരണം ജാസി എന്ന് പറയുന്ന വ്യക്തിനെ ഒരു സുഹൃത്ത് വന്ന് സഹായിക്കുന്നതിനെ വേറെ ആംഗിളിലോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഹെലൻ ചിലപ്പോൾ ഹെലൻ്റെ വീഡിയോയിൽ അങ്ങനെ ആയിരിക്കില്ല പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ അത് വെച്ചിട്ട് ചിലപ്പോൾ കമൻറ്റിൽ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിലും ജാസിയുടെ വീഡിയോയുടെ താഴെ വരുന്ന കമൻ്റ് ആണെങ്കിലും ചിലപ്പോൾ ഈ ശ്രീലക്ഷ്മിക്ക് വരുന്ന കമൻ്റ് ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ഈ മീഡിയക്കാരൻ തന്നെ ചോദിക്കുന്ന ഇത്രയാണ്. അതിന് നല്ല രീതിയിൽ ശ്രീലക്ഷ്മി കൊടുക്കുകയും ചെയ്തു, ഒരു കല്ലെടുത്ത് തലക്കിട്ട് എറിയുന്നു. കാരണം ജാസിയുടെ കയ്യിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് മീഡിയക്കാരൻ ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ അവൻ്റെ ചോദ്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതാ പറയുന്നത്, ഒരാൾ പറയുന്ന കാര്യത്തിനെ അയാൾ പോലും ഉദ്ദേശിക്കാത്ത രീതിയിലോട്ട് വളച്ചൊടിച്ച് സംസാരിക്കുകയാണെങ്കിൽ എന്താ പറയാനുള്ളത്? നിങ്ങളുടെ സർജറി ഒരു ടോപ്പിക് ആവരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബെറ്റർ ചുപ്പ് രഹോ, വേറെ കാര്യങ്ങളും വേറെ കോണ്ടന്റും ആയിട്ട് ഫ്രണ്ടോട്ട് പോവുക. മീഡിയക്കാരുടെ മുമ്പിൽ ഇതിങ്ങനെ സംസാരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു വിഷയമായി തന്നെ മാറും. സോ അത്രേ പറയാനുള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്, അധികം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.